അതിൻ്റെ വടക്കേ ഭാഗത്ത് ഞാനും അതിൻ്റെ തെക്കേ ഭാഗത്ത് വിഷനും, അങ്ങനൊരു സ്ഥലമുണ്ട്. അതുകൊണ്ട് ഈ കഥ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ അവസ്ഥ. അവിടുത്തെ മനുഷ്യർ പമ്പയുടെ മണൽ തീരങ്ങളോട് ചേർന്ന പ്രദേശത്ത് കൃഷി ഇറക്കുന്നവർ, അവിടെ കഴിഞ്ഞുകൂടുന്നവർ, എന്ത് വരുമ്പോഴും വള്ളംകളിയെ ആശ്രയിച്ച് പോകുന്ന ഒരു ജീവിതക്രമം, ഇങ്ങനെയുള്ള ഒരുപാട് നൊസ്റ്റാൾജിയ, അതായത് നമുക്ക് നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ നേരിട്ട് പകർന്നു തരുന്ന ഒരനുഭവമാണിത്. ഇതിന് കഥയുടെ മാനദണ്ഡം ഉപയോഗിച്ചോ ചെറുകഥയുടെ മറ്റ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചോ വിലയിരുത്താൻ പറ്റുന്ന ഒന്നല്ല ഇതിലെ കഥ. എന്നാൽ ജീവചരിത്രമാണോ എന്ന് ചോദിച്ചാൽ ജീവചരിത്രവുമല്ല. അനുഭവം ആണോ എന്ന് ചോദിച്ചാൽ അനുഭവം തന്നെയാണ്. പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളാണ് കവിത എന്ന് പറഞ്ഞാൽ ആ കവിതയുടെ ക്വാളിറ്റിയുള്ള കഥാസമാഹാരമാണിത്. ഒരുപക്ഷെ ഇത് കവിതയോടാവും കൂടുതൽ അടുത്ത് നിൽക്കുക. 75 കഥകളുണ്ട്. ഇനി എഴുതാതെ പോയ എത്ര കഥകൾ വിശുദ്ധ മനസ്സിലുണ്ടെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം വീണ്ടും ഒരു സമാഹാരമായി ഇറക്കും എന്നുള്ളത്. ഇതൊരാൾ, അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛൻ, നാട്ടുകാർ, നാട്, നാട്ടിലെ ചെറിയ ചെറിയ വികാരങ്ങൾ. നാട് വിട്ട് വിദേശത്ത് താമസിക്കുമ്പോഴാണ് നമ്മൾ നാടിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, നാട്ടുകാരെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നു. അതിനിടയിൽ വളരെ നേർത്ത ഇഴകളായി ഇന്നത്തെ സമകാലിക രാഷ്ട്രീയവും ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയുമൊക്കെ ചില കഥകളിൽ കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, പ്രവാസികളുടെ കഥകൾ എഴുതുന്ന ധാരാളം എഴുത്തുകാരുണ്ട്. അറബിപ്പൊന്ന് പോലുള്ള നോവലുകളുണ്ട്. അതുകൂടാതെ ധാരാളം കഥകളുണ്ട്. പക്ഷെ അവയിലൊന്നും മനുഷ്യൻ്റെ വികാരങ്ങളില്ല. ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതല്ല, നമ്മുടെ നാട്ടുകാരൻ, ഞങ്ങളുടെ കൂടെ നാട്ടുകാരൻ്റെ പെട്ട ഒരാൾ എഴുതിയ നോവലാണ് ഗൾഫ് രാജ്യത്ത് പോയി ഒട്ടകങ്ങളിടയിൽ കഴിയേണ്ടി വന്ന, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എഡീഷൻ വന്ന പുസ്തകം നമ്മുടെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളത് മറ്റെവിടെ നിന്നോ കിട്ടിയ അറിവുകൾ, അത് അനുഭവിച്ച ആൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത അനുഭവം, ആ അനുഭവമാണ് അദ്ദേഹം നോവലാക്കി മാറ്റി, സിനിമയാക്കി ഒക്കെ മാറ്റിയത്. ഇതങ്ങനെയല്ല. ഇത് ഒരു വിധത്തിൽ ആത്മകഥയാണ്, ദേശത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ പോലെ ഒരു നാടിൻ്റെ കഥയാണ്. അങ്ങനെയുള്ള ഒരു കഥാസമാഹാരം വായിക്കുമ്പോൾ സ്വന്തം അനുഭവത്തിൻ്റെ ചൂടും വെളിച്ചവും ഉള്ളത് കൊണ്ട് ഇത് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു കൃതിയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ കഥ വായിച്ച് അനുഭവിക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് ഓരോ കഥയും എടുത്ത് വിശദീകരിച്ച് പറഞ്ഞാൽ അതിൻ്റെ ആ സാരസ്യം നഷ്ടപ്പെട്ടു പോകും.